നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടി മാമ്പ്രയിൽ കിടക്ക നിർമ്മാണ കമ്പനി കത്തിനശിച്ചു. ആനന്ദപുരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 10ാം വാർഷിക സമ്മേളനം നടത്തി. ആറൂർ സെന്റ് മേരീസ് പള്ളിയിൽ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വാർഷിക പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. കൊരട്ടി മാമ്പ്രയിൽ കിടക്ക നിർമ്മാണ യൂണിറ്റ് കത്തിനശിച്ചു. ANA മാട്രസിന്റെ ലാമിയർ എന്ന കിടക്ക യൂണിറ്റാണ് തിങ്കളാഴ്ച രാവിലെ കത്തിനശിച്ചത്. 3.5 മണിക്കൂർ സമയമെടുത്താണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 10 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. അപകട കാരണം വ്യക്തമല്ല. കൊരട്ടി കുലയിടം സ്വദേശി നെയ്ച്ചേരി അജ്മൽ അമീറിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7:15ഓടെ കമ്പനിയുടെ പുറകിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് ഉടമയെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത്. ചാലക്കുടി, അങ്കമാലി, മാള, ആലുവ, പുതുക്കാട് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഷീറ്റുമേഞ്ഞ കെട്ടിടവും കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ലക്ഷങ്ങൾ വില വരുന്ന വിവിധ മെഷീനുകൾ, വിവിധ ഇനം കിടക്കകൾ, സോഫ സെറ്റുകൾ, മെറ്റീരിയലുകൾ, സ്പോഞ്ച് എല്ലാം പൂർണ്ണമായി കത്തിനശിച്ചു. കമ്പനിക്ക് തൊട്ടടുത്തായി നിർത്തിയിട്ടിരുന്ന 2 ലോറികളിൽ തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. ആനന്ദപുരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച വായനാ കളരി മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ മോഹനൻ, അജീഷ് CS എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് മലയാളം അധ്യാപകനും മറ്റത്തൂർ പഞ്ചായത്ത് അംഗവുമായ KR ശശികുമാർ, മുരിയാട് AUP സ്കൂൾ അധ്യാപിക ബിന്ദു അശോക് എന്നിവർ നേതൃത്വം നൽകി. വായനാ കമ്മിറ്റി അംഗം രജനി VG സ്വാഗതവും പ്രസിഡന്റ് AC ചന്ദ്രൻ നന്ദിയും അറിയിച്ചു. റിപ്പബ്ലിക് ദിന സദസ്സിനോടനുബന്ധിച്ച് വായനശാല നടത്തിയ മത്സരങ്ങളുടെ സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കൂടുതൽ ഉള്ള ബുക്കുകളൊന്നും നോക്കാറില്ല. സമയക്കുറവ് അതൊരു ശരിയല്ലാത്ത സമയക്കുറവ്. വായിക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ള വേറെ കാര്യം. കുഞ്ഞിക്കൂനൻ പോലെയുള്ള ചെറിയ ചെറിയ ബുക്കുകൾ വായിച്ച് നിർത്തിക്കൊള്ളുന്നത് സമയം തന്നെ. ചെറിയ ചെറിയ കഥകൾ അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വായിച്ചു തീരും. വായിച്ചു കൊണ്ടാണ്. അതുകൊണ്ടാവും എന്നെ പിടിച്ചത്. മലയാളം അധ്യാപകനായതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചു കൊണ്ടുവന്നത്. മലയാളം എല്ലാവർക്കും അറിയാം, പക്ഷെ ഭാഷ പ്രയോഗിക്കാൻ അറിയുന്നില്ല, അല്ലേ? ഇപ്പോൾ സംസാരിക്കാനും അറിയില്ല. ഇന്ന് നിങ്ങളോട് നിങ്ങൾ അഭിമുഖീകരിച്ച ഒന്നാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? രാജനെല്ലാം ചോദിച്ചു, അല്ലേ? എല്ലാവരും ഉത്തരം ഒന്നാവുന്നത് എന്താണ്? പറയൂ. മദേഴ്സ് ഡേ. ഓക്കെ, മദേഴ്സ് ഡേ. അതിലെവിടെ മലയാളം? നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് ആചാര്യവരണം, 6:20 ദീപപ്രജ്വലനം, 6:40 ദീപാരാധന എന്നിവയുണ്ടായി. തിങ്കളാഴ്ച സൂത ശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തി സ്തുതി, പരീക്ഷിത് ജനനം, പാണ്ഡവ സ്വർഗാരോഹണം, ശുഗാഗമനം, സംവാദം, ശ്രീരാവഹാരം എന്നിവ പാരായണം ചെയ്തു. തിരുവല്ലൂർ നാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ.
മൂന്നുമുറി അവിട്ടപ്പിള്ളി ഹിൽ വ്യൂ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 10ാം വാർഷിക സമ്മേളനം നടത്തി. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. KS ഷോബി അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ സിജി രാജേഷ് സമ്മാനദാനം നിർവഹിച്ചു. ടി ബാലകൃഷ്ണ മേനോൻ, KJ സെൽവൻ, ബിൻഷി സഞ്ജയ്, വാസന്തി സുന്ദരൻ, നീലിമ കാട്ടിങ്കൽ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. ആധുനിക രീതിയിൽ ട്രെൻഡി കളക്ഷനുമായി AB ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി കൊടകരയിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണൂക്കാടൻ ഫാഷൻ ജ്വല്ലറി ആധുനിക രീതിയിൽ ട്രെൻഡി കളക്ഷനുമായി AB ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര സിവിൽ സ്റ്റേഷൻ എതിർവശത്ത് ആരംഭിച്ച ഷോറൂം ജോർജ് കണ്ണൂക്കാടൻ, മേരി ജോർജ് കുഞ്ഞാറം, ഹെയ്സൽ ലിവിൻ, റാഹേൽ ലിവിൻ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗമായ ഫാദർ പോളി കണ്ണൂക്കാടൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, മനുഷ്യ സേവനത്തിനായി ആരംഭിക്കുന്ന ഈ ജ്വല്ലറിയെ അങ്ങ് ആശീർവദിക്കണമേ. നീതിയും സത്യസന്ധതയും ഇവിടെ പറന്നു വരട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെയും പ്രവർത്തകരെയും ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര ഭദ്രദീപം കൊളുത്തി. അൽബി ബാബു ആദ്യ വിൽപ്പന നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ സഹവികാരി ഫാദർ വിക്ടർ തൊമ്മാന തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഏകദേശം ഒരു 30 വർഷത്തോളമായി ബാബു ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുതു സംരംഭമായ AB ജ്വല്ലറിക്ക് ഏകദേശം 400ഓളം മെമ്പർമാരുള്ള കൊടകര വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുകയാണ്. സ്വന്തമായി സ്വർണ്ണാഭരണ നിർമ്മാണശാലയുള്ള കൊടകരയിലെ ആദ്യത്തെ ജ്വല്ലറിയാണ് AB ഗോൾഡ് ആൻഡ് ഡയമണ്ട്. 20-22 ക്യാരറ്റ് ആഭരണങ്ങൾ മാറ്റി 916 ആഭരണങ്ങൾ എടുക്കാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമുണ്ട്. പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ എടുക്കും. വെള്ളി ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് കൊടകരയിലുണ്ട്. കണ്ണൂക്കാടൻ ഫാഷൻ ജ്വല്ലറി എന്ന സ്ഥാപനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പുതിയ സ്ഥാപനം നവീകരിച്ച ഷോറൂമായിട്ട് ഇന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളി, ഡയമണ്ട്, ഗോൾഡ്, ലൈറ്റ് വെയ്റ്റ് എല്ലാ ആഭരണങ്ങളുണ്ട്. ഇതിന് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചറിങ് കൂടി ഉണ്ട്. നമുക്ക് സ്വന്തം പണിശാലയും കൂടി ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ തൂക്കം അനുസരിച്ച് അല്ലെങ്കിൽ വിലയിലനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് മാക്സിമം 6 മണിക്കൂറിൻ്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരെ മോഡിന് കൊടുക്കാൻ പറ്റും. സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് പൊതുയോഗം നടത്തി. വാർഷിക പൊതുയോഗം നിയുക്ത ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോയ് കടമ്പാട്ട് അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരംപിലാവ്, ഫാദർ ജോസഫ് വിധേയത്തിൽ, സിസ്റ്റർ ടെസി, തിരുനാൾ ജനറൽ കൺവീനർ നൈജു ജോസഫ് ഊക്കൻ, കൈക്കാരന്മാരായ ബിജു ആച്ചാണ്ടി, ഫ്രാൻസിസ് സൈനിക്കൽ, ജോബിൻ അരിക്കാട്ട്, മേഖലാ കൺവീനർ ഷിബു പൌലോസ്, സെക്രട്ടറി മഞ്ജു ബിജു, മാതൃവേദി പ്രസിഡന്റ് റൈന ജേക്കബ്, ഹെഡ്മാസ്റ്റർ ജോഷി മാടാന, KCYM പ്രസിഡന്റ് ആൻസി ജോബി, ജീവ ബിജു എന്നിവർ സംസാരിച്ചു. അഴകത്ത് കാവുങ്കൽ കുടുംബയോഗത്തിന്റെ 27ാം വാർഷിക പൊതുയോഗം നടത്തി. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി പള്ളിയിൽ സംഘടിപ്പിച്ച യോഗം ഇടവക വികാരി ഫാദർ ടിജോ ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് കാവുങ്കൽ MST അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡേവി കാവുങ്കൽ CMI മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ വച്ച് വിദ്യാഭ്യാസ അവാർഡുകളും സമർപ്പിതരുടെ ഡയറക്ടറി പ്രകാശനവും നടത്തി. ഫാദർ അഖിൽ പോൾ കാവുങ്കൽ CMI, സിസ്റ്റർ സ്മിത കാവുങ്കൽ, പ്രസിഡന്റ് ജോജു KK, സെക്രട്ടറി ആർലിൻ കാവുങ്കൽ, ട്രഷറർ ജോൺസൺ KP, ദേവസിക്കുട്ടി മാസ്റ്റർ, KL ജോസ്, KO ജോർജ്, KV ഷാജു എന്നിവർ പ്രസംഗിച്ചു. സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി മാമ്പ്രയിൽ കിടക്ക നിർമ്മാണ കമ്പനി കത്തിനശിച്ചു. ആനന്ദപുരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 10ാം വാർഷിക സമ്മേളനം നടത്തി. ആറൂർ സെന്റ് മേരീസ് പള്ളിയിൽ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വാർഷിക പൊതുയോഗം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.